മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഇത് ഈ പരമ്പരയുടെ 200-ാമത്തെ എപ്പിസോഡാണ്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയ കാലം മുതൽ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. എന്നാൽ പുസ്തകത്തിൻ്റെ വലിപ്പം കാരണവും മലയാളത്തിൽ ഇത്തരം വലിയ പുസ്തകങ്ങളുടെ മാർക്കറ്റിൻ്റെ വലിപ്പക്കുറവ് കാരണവും പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം നടക്കാതെ പോയി. എന്നാൽ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെയും ഒക്കെ ആവിർഭാവത്തോടുകൂടി അത് മലയാളത്തിൽ പരിചയപ്പെടുന്നതിന് പുതിയ കൂടുതൽ മികച്ച കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാതകൾ തുറന്നു കിട്ടുകയുണ്ടായത്. അത് ഒരു തരത്തിൽ നന്നായി. പണച്ചിലവൊന്നുമില്ലാതെ തന്നെ ആവശ്യക്കാർക്ക് ആവശ്യം പോലെ സൗകര്യം പോലെ എടുത്ത് വായിക്കുക പോലും ചെയ്യേണ്ട, കേൾക്കാം, അങ്ങനെയുള്ളൊരു സൗകര്യം എത്തി. ആ ഒരു സൗകര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ തൊഴിൽപരമായ സമയത്തു നിന്നും കുറേ സമയം ഇതിലേക്ക് വേണ്ടി ലാഭേച്ഛയൊന്നുമില്ലാതെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണത്. ഇത് തീർന്ന ശേഷം, ഈ പരമ്പര തീർന്ന ശേഷം ഓരോ അധ്യായവും, അതായത് ഓരോ മെഡിസിനും ഓരോ പ്ലേലിസ്റ്റാക്കി വീണ്ടും ഇത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആവശ്യമുള്ള ഔഷധം വളരെ എളുപ്പത്തിൽ ആവശ്യക്കാർക്ക് കണ്ടെത്താനും കേൾക്കാനും സാധിക്കും. അപ്പോൾ ഏതായാലും ഇതുവരെ ഈ 200 എപ്പിസോഡുകൾ വരെ ഇതിനെ പിന്തുണച്ച എല്ലാവർക്കും, സാങ്കേതികമായും അല്ലാതെയും പിന്തുണച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ 200-ാമത്തെ എപ്പിസോഡിൽ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 10-ാം ഭാഗമാണ്. ആ 10-ാം ഭാഗത്തോടുകൂടി ആ സുദീർഘവും സുപ്രധാനവുമായ ഈ അധ്യായം അവസാനിക്കുകയാണ്. അലൂമിനയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, പലർക്കും അതറിയാം. ഇത് കേൾക്കുന്ന പലരും അത് ഉപയോഗിച്ചിട്ടുമുണ്ടാകും. ഈ അവസാന ഭാഗത്തും വളരെ ശ്രദ്ധേയമായ ചില കോൺട്രഡിക്ഷൻസ്, അലൂമിനിയയിൽ വരുന്ന ചില കോൺട്രഡിക്ഷൻസ്, വിശേഷം ടെമ്പറാമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്കിന്നിൻ്റെ സവിശേഷത, ഉറക്കം, വിയർപ്പുമായിട്ട് ബന്ധപ്പെട്ട വളരെ സവിശേഷമായ ഒരു കാര്യം, സ്വപ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊപ്പം തന്നെ അലൂമിനിയുടെ പ്രൂവിങ്ങിലൊരു പരിമിതിയും ഇതിൽ പറയുന്നുണ്ട്. പനി, കുളിരും പനിയും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന് കെൻ്റ് പറയുന്നുണ്ട്. കെൻറ്റിന് ശേഷം ആ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ പരിമിതികൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെൻ്റ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ കൽക്കേറിയമായിട്ടുള്ളൊരു കമ്പാരിസൺ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. ഒരു പ്രൂവറെ കോട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത്, പെയിൻ ഇൻ ദ സോൾ ഓഫ് ഫുഡ് ഓൺ സ്റ്റെപ്പിംഗ്. നമ്മൾ കാലടി വെക്കുമ്പോൾ, നടക്കുമ്പോൾ കാൽവെള്ളയിൽ വേദന, അതെങ്ങനെയാണ്? ആസ് ദോ ഇറ്റ് വർ ടു സോഫ്റ്റ് ആൻഡ് സോളൻ, വളരെ മൃദുവും, കാൽവെള്ള വളരെ മൃദുവും നീർക്കെട്ട് വന്ന് വിങ്ങിയിരിക്കുന്നതാണെന്ന് തോന്നുന്ന പോലെ അപ്പോൾ ഉണ്ടാകുന്ന വേദന. വീണ്ടും മറ്റൊരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്, നംബ്നെസ് ഓഫ് ഹീൽ വെൻ സ്റ്റെപ്പിംഗ്. ഇതുപോലെ നടക്കുമ്പോൾ, അടിവെച്ച് നടക്കുമ്പോൾ ഹീലിൽ, ഉപ്പൂറ്റിയിൽ ഒരു മരവിപ്പ്. വീണ്ടും അടുത്തൊരു കൊട്ടേഷനാണ്, ട്രംബ്ലിങ് ഓഫ് നീസ്, കാൽമുട്ടുകൾ വിറയ്ക്കുന്നു, വിറയൽ. ദിസ് ഇസ് എ മിയർ മാറ്റർ ഓഫ് ജനറൽ വീക്ക്നെസ്. പക്ഷെ ഇതെല്ലാം ഈ പൊതുവെയുള്ള അലൂമിനിയം പൊതുവെ കാണുന്ന ആ ഒരു വീക്ക്നെസ്സിൻ്റെ പലവിധ പ്രകടനങ്ങൾ മാത്രമാണ്, പലതരത്തിൽ പ്രകടിപ്പിക്കപ്പെടും. അപ്പോൾ ഈ പർട്ടിക്കുലർ സിംറ്റംസ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികൾ പറഞ്ഞു വരുന്ന ലക്ഷണങ്ങളെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെയധികം കെയർഫുള്ളാണ്. അതൊരു പൊതു അവസ്ഥയുടെ കേവലം പ്രകടനങ്ങൾ മാത്രമായിരിക്കാം പലപ്പോഴും. പറഞ്ഞു വരുന്ന ഒറ്റ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഔഷധത്തിലേക്ക് പോയാൽ നമ്മളത് വഴിതെറ്റിക്കും. അപ്പം അതിൻ്റെ പിന്നിലുള്ള ജനറൽ കണ്ടീഷൻ എന്താണ്? ആ ജനറൽ കണ്ടീഷൻസിൻ്റെ ഒരു ജനസിസ്, അതെങ്ങനെ വികസിച്ചു വരുന്നു, അതിൻ്റെ മൊഡാലിറ്റീസ്, മോഡിഫിക്കേഷൻസ്,
അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാതെ ഇതിപ്പോൾ ഈ കൊട്ടേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അലൂമിനിയോ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കെൻ്റത് കൃത്യമായിട്ട് പറയുന്നത്, ദിസ് ഇസ് എ മിയർ മാറ്റർ ഓഫ് ദി ജനറൽ വീക്ക്നെസ്. ഇത് കേവലം ആ പൊതു അവസ്ഥയുടെ അതുകൊണ്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതിനെയൊന്നും നമ്മൾ കേൾക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ദയാപൂർവം വളരെ ശ്രദ്ധാപൂർവം അവരെ കേൾക്കണം. പക്ഷേ നമ്മൾ മെഡിസിൻ സെലക്ഷനിൽ റിപ്പർട്ടറൈസിങ്ങിൽ ഇതിനൊക്കെ കുറഞ്ഞ മൂല്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളണം. ലിംസ് ഗോ ടു സ്ലീപ്പ് വെൻ സിറ്റിംഗ്. വെറുതെ ഇരിക്കുമ്പോൾ കൈകാലുകൾ അത് ഉറങ്ങിപ്പോകുന്നു, തളർന്നു പോകുന്നു. വെനെവർ ദ ലിംബ് ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് എനിത്തിങ് ഇറ്റ് വിൽ ഗോ ടു സ്ലീപ്പ്. കൈകാലുകളൊക്കെ എവിടെയെങ്കിലും ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സോസ്റ്റായി പോയി, അത് ഉറങ്ങിപ്പോയി, അത് തളർന്നു പോയി. ആ പാരറ്റിക് കണ്ടീഷൻ. ഫീബിൾ സർക്കുലേഷൻ, ഫീബിൾ കണ്ടക്ടിവിറ്റി, ഫീബിൾ നെർവ് ആക്ഷൻ, എവറിത്തിങ് ഈസ് സ്ലോ ഡൗൺ. അതാണ് കാര്യം. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ വളരെ ഫീബിളാണ്, വളരെ മന്ദഗതിയിലാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ പോയി, ലൈഫ് തന്നെ ഫീബിളായി. കണ്ടക്ടിവിറ്റി ഫീബിളായി കഴിഞ്ഞാൽ ചൂടിൻ്റെ കണ്ടക്ടിവിറ്റി ആകാം, എൻ്റെ എക്സാക്റ്റിൽ ഉപയോഗിച്ചെന്നറിയില്ല. നെർവ്സിനോടുള്ള ഇലക്ട്രിക് പൾസിൻ്റെ കണ്ടക്ടിവിറ്റി ആകാം. ഏതായാലും എല്ലാം സ്ലോ ഡൗൺ ആണ്. നെർവ്സ് നമ്പാണ്, ടെമ്പറേച്ചർ കണ്ടക്ടിവിറ്റി നമ്പാണ്. വിയർപ്പും ചൂടും തണുപ്പും ഒക്കെ അറിയാനുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഡിറേഞ്ച്ഡ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കണ്ടക്ടിവിറ്റിയും അവിടെ സ്ലോ ഡൗൺ ആണ്. ഫീബിൾ നെർവ് ആക്ഷൻ, അപ്പോൾ ആ കണ്ടക്ടിവിറ്റി കുറവിൻ്റെ നാഡികളുടെ പ്രവർത്തനം അത് എത്രയോ ഈ നാഡികളുടെ പ്രവർത്തനം മന്ദീഭവിച്ചാൽ സകലവിധ കാര്യങ്ങളെ അത് ബാധിക്കും. അപ്പോൾ പൊതുവെയുള്ള മാന്ദ്യം. അപ്പോൾ അതുകൊണ്ടാണ് അടുത്തതായിട്ട് കണ്ടു പറയുന്നത് എവറിത്തിങ് ഈസ് സ്ലോ ഡൗൺ. സകല കാര്യങ്ങളും വളരെ മാന്ദ്യത്തിലായി പോയി. ആംസ് ആൻഡ് ലെഗ്സ് ഫീൽ ഹെവി. ആ ഒരവസ്ഥയിൽ കൈകാലുകളൊക്കെ വളരെ ഭാരമുള്ളതുപോലെ തോന്നും. വീണ്ടും പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. പെയിൻസ് ഇൻ ലിംസ് ആസ് ഇഫ് ബോൺസ് വെർ സ്ക്വീസ്ഡ് നാരോവർ വിത്ത് പ്രഷർ ഇൻ ദ ജോയിൻറ്റ്സ്. അപ്പോൾ കൈകാലുകളിലുള്ള ആ വേദനയുടെ ഒരു നേച്ചർ, അസ്ഥികളിങ്ങനെ ഞെരുക്കി അതിനെ പിഴിഞ്ഞ് നേർപ്പിച്ചു. ഇത്രക്ക് വേദന, അസ്ഥികളിലുള്ള വേദന. അതിനോടൊപ്പം സന്ധികളെല്ലാം ഒരു സമ്മർദ്ദമുള്ളതുപോലെ, പ്രഷർ, സന്ധികളിലൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെതായുള്ള ഫീൽ. നൗ ഐ വിൽ റീഡ് സം ഓഫ് ദ നെർവ് സിംറ്റംസ് വിച്ച് വിൽ കൊറോബറേറ്റ് സം ഓഫ് ദ തിങ്സ് വി ഹാവ് ഗോൺ ഓവർ. ഇനി ചില നെർവ് സിംറ്റംസ് മെറ്റീരിയൽ മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്ന് വായിക്കാമെന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ചില കാര്യങ്ങളുമായിട്ട് അതിനെ സാധൂകരിക്കും, കൊറോബറേറ്റ് ചെയ്ത് വരും. വാണ്ട് ഓഫ് ബോഡിലി ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു വൈറ്റാലിറ്റി, ശാരീരികമായിട്ടുള്ള ഒരു വൈറ്റാലിറ്റി, ഒരു ഉണർവ്, ചുണ, അതിൻ്റെ കുറവ്, ഇല്ലായ്മ. ഗ്രേറ്റ് എക്സോഷൻ ഓഫ് സ്ട്രെങ്ത് എസ്പെഷ്യലി ആഫ്റ്റർ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ. ഒരു തുറന്ന വായുവിൽ തുറസായ സ്ഥലത്ത് നടന്നതിന് ശേഷം ആകെപ്പാടെ തളർന്നു പോയതുപോലെ. എന്നാൽ തുറസായ സ്ഥലം അവർക്ക് ഇഷ്ടവുമാണ്. വൺ സൈഡഡ് പാരലിസിസ്, ഒരു വശം മാത്രം തളർച്ച, തളർവാദം, പക്ഷാഘാതം. എസ്പെഷ്യലി ഓഫ് ദ എക്സ്റ്റൻസേഴ്സ്, പേശികൾ, സന്ധികൾ നീട്ടാൻ ഉപയോഗിക്കുന്ന പേശികളിൽ, ഈ ഒരു വശത്ത് മാത്രമുള്ള പേശികളിൽ തളർച്ച. റൊമാറ്റിക് ആൻഡ് ട്രോമാറ്റിക് പാരലിസിസ് ഇൻ ഗോട്ടി പേഷ്യൻസ്. വാതരോഗികളിൽ ട്രോമാറ്റിക് പാരലിസിസ്, വല്ലാതെ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള തളർവാദം. ഗോട്ടി പേഷ്യൻസ് വിത്ത് നൊഡ്യൂൾസ് ഇൻ ദ ജോയിൻസ്. വാദമുള്ളവർക്ക് സന്ധികളിൽ ഇങ്ങനെ കല്ലിപ്പുകൾ പോലെ. ഓൾഡ് ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് പാരറ്റിക് എക്സോഷൻ. നേരത്തെ പറഞ്ഞാണ്, പഴകിയ പലവിധ രോഗങ്ങളാലും ആകെ തകർന്ന അവശമായ ഒരു രോഗിയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. പാരറ്റിക് എക്സോഷൻ, ആകെ ക്ഷീണിതമായ ഒരു എക്സോസ്റ്റായിട്ടുള്ള അവശത. വീണ്ടും കൊട്ടേഷനാണ്. എക്സൈറ്റഡ് കണ്ടീഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. ഇതൊരു ചെറിയൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നാം. ക്ഷീണത്തോടൊപ്പം തന്നെ, ക്ഷീണിതമായ അവസ്ഥയിൽ തന്നെ മനസ്സിലും ശരീരത്തിലും ഒരു ഉത്തേജിതാവസ്ഥയും ഒരു പ്രൂവർ കാണിച്ചിട്ടുണ്ട്. ട്രംബ്ലിങ്സ് ഹിയർ ആൻഡ് ദർ ഇൻ ദ ബോഡി. ശരീരത്തിന് അവിടെ ഇവിടെയൊക്കെ വിറയൽ, പാർക്കിൻസൺസിലൊക്കെ പറയുന്ന പോലുള്ളൊരു അവസ്ഥയാണത്. സ്ലോ ടോട്ടറിങ് ഗെയ്റ്റ് ആസ് ആഫ്റ്റർ സീവിയർ ഇൽനെസ്. വീണ്ടും കൊട്ടേഷനാണ്. ടോട്ടറിങ് ഗെയ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ വേച്ച് ഇപ്പോൾ രോഗമൊക്കെ വന്ന് രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ വേച്ച് വീഴാൻ പോകുന്ന പോലെ പോകുന്ന അവസ്ഥ.
സാവകാശം വേച്ച് നടക്കുന്നു. ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് ശേഷമാണോ ഇയാൾ നടക്കുന്നതെന്ന് തോന്നിക്കുന്നത് പോലെ ഹി മസ്റ്റ് മേക്ക് സ്ലോ മോഷൻസ്, ഹി കനോട്ട് ഹറി. എല്ലാ ചലനങ്ങളും പതുക്കെ പറ്റുള്ളൂ, തിരക്ക് പിടിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇൻവോളണ്ടറി മോഷൻസ്, വീണ്ടും കൊട്ടേഷനാണ്, നിയന്ത്രണാതീതമായ ചലനങ്ങൾ. പാർക്കിൻസണിസം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇന്നൊക്കെ അതിന് പേരുണ്ട്, ഈ പേരിട്ടത് തന്നെയാണ് കുഴപ്പം. പിന്നെ പേരും തപ്പിപ്പോവും, പേരിൻ്റെ പിന്നാലെ എല്ലാവരും പോവും. എന്താണ് അതിൻ്റെ പിന്നിൽ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അതേസമയം മിയർ ലക്ഷണങ്ങൾ, ഇപ്പോൾ പാർക്കിൻസണിസം എന്ന് പറയുന്നതിന് എത്രയോ എക്സ്പ്രഷൻസ് ഉണ്ട്. ഞാൻ ഒരു 9 വർഷം മുമ്പ് കേരളത്തിലെ ഒരു മുൻ മന്ത്രിയുടെ ആത്മകഥയ്ക്ക് കോതറിങ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 മാസത്തോളം ഞാൻ ഏതാണ്ട് തുടർച്ചയായിട്ട് താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകാലുകളെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയാണ് ബാധിച്ചിരുന്നത്, സ്വതന്ത്രികളെ. 2 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഞാൻ പിന്നീടും 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കാണാൻ പോയപ്പോഴേക്കും അദ്ദേഹത്തിന് തീരെ സംസാരിക്കാൻ പോയ, സംസാരിച്ചാൽ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം 1 വർഷത്തോളം ജീവിച്ചു, പിന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പാർക്കിൻസൺസ് എന്നൊക്കെ പറയുന്നത് ബ്രാൻഡ് ചെയ്തൊരു കൂട്ടത്തെ മാറ്റി നിർത്തുന്നതിന് പകരം ഈ ഇത്തരം കണ്ടീഷനിൽ ഈ വിറയൽ, ഇൻവോളണ്ടറി മോഷൻസ്, അത് ഏതേത് ഭാഗങ്ങളിൽ, നമുക്കിപ്പോൾ ലിംസ്, അപ്പർ ലിംസ്, ലോവർ ലിംസ്, വൺ സൈഡഡ് വോക്കൽ കോഡ്സ്, അങ്ങനെ ഓരോന്നുമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് ചെല്ലാൻ സാധിക്കും. മുൻവിധിയില്ലാതെ നമ്മൾ മാസ്റ്റേഴ്സൊക്കെ തുടക്കത്തിലേ പറഞ്ഞു വെക്കുന്ന പോലെ അൺപ്രജുഡൈസ്ഡ് ഒബ്സർവർ, യാതൊരു മുൻവിധിയില്ലാത്ത നിരീക്ഷകനാകുക. ഒരാളെ കാണുമ്പോൾ ഇത് പാർക്കിൻസൺസ് ആണല്ലോ, ഇയാളുടെ തലച്ചോറ് അതാണല്ലോ, ഇതാണല്ലോ, അയാൾക്ക് മറ്റേതാണല്ലോ, ഡിമെൻഷ്യ ആണല്ലോ, അയാൾക്ക് ക്യാൻസർ ആണല്ലോ, അയാൾക്ക് എയ്ഡ്സ് ആണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മുൻവിധി വന്ന് നമ്മുടെ ക്യാപ്പബിലിറ്റിയെയും ഹോമിയോപ്പതിയുടെ സ്കോപ്പിനെയും ഒക്കെ പരിമിതപ്പെടുത്താതെ തുറന്ന മനസ്സോടെ ധാരാളം ലക്ഷണങ്ങളുള്ള ഒരു രോഗിയാണ് എന്നുള്ള കാഴ്ചപ്പാടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഔഷധത്തിലേക്ക് നമുക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ദർ ആർ ഓൾ സോർട്സ് ഓഫ് ഡ്രീംസ് ആൻഡ് ഡിസ്റ്റർബൻസ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ എല്ലാത്തരം പ്രയാസങ്ങളും സ്വപ്നങ്ങൾ, പലതരം സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ് ദ സ്ലീപ്പ് മേ ബി ക്വൈറ്റ് ഡിസ്റ്റർബ്ഡ് ആൻഡ് റെസ്റ്റ്ലെസ്. അങ്ങനെ വരാൻ നേരത്ത് ഉറക്കം ആകെ കുഴപ്പത്തിലാവും, ആകെ അസ്വസ്ഥമാകും, റെസ്റ്റ്ലെസ്നെസ് ആകും. അൺറിഫ്രഷിങ് സ്ലീപ്പ്, അതുകൊണ്ട് തന്നെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവില്ല. വേക്കിംഗ് അപ്പ് വിത്ത് പാൽപിറ്റേഷൻ ഓഫ് ദ ഹേർട്ട്, ഇടയ്ക്ക് ഉണരാൻ നേരത്ത് നെഞ്ചിടിപ്പുണ്ടാവും. മെനി ഡ്രീംസ് ആൻഡ് ഫ്രീക്വന്റ് അവേക്കിംഗ് സ്റ്റാർട്ട്സ് ഇൻ എഫ്രൈറ്റ്, മട്ടറിങ് ഓർ ക്രൈയിങ്. ഇത് ഫ്ലോറെ കൊണ്ടിരിക്കുകയാണ്. ധാരാളം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കൽ, വല്ലാതെ ഭയന്ന് ഞെട്ടി എഴുന്നേക്കൽ, ഉറക്കത്തിൽ പിറുപിറുക്കൽ, ഉറക്കത്തിൽ കരയൽ ഒക്കെ ഉണ്ട്. വീണ്ടും കൊട്ടേഷനാണ്. ഡ്യൂറിങ് സ്ലീപ്പ് സെർവിക്കൽ മസിൽസ് ഡ്രൂ ഹെഡ് ബാക്ക്വേർഡ്. ഉറക്കത്തിൽ ഈ കഴുത്തിലെ മസിൽസ് തലയെ പിന്നാക്കം ഇങ്ങനെ വലിക്കും. ദിസ് ഇസ് ഇൻ കേസ് ഓഫ് പാരലിറ്റിക് വീക്ക്നെസ് ഹാസ് ടു വേക്ക് അപ്പ് ആസ് ദ മസിൽസ് ഓഫ് ദ ബാക്ക് ഓഫ് ദ നെക്ക് പുൾസ് ഓഫ്. ഇത് തളർവാദമായിട്ട് ബന്ധപ്പെട്ട ക്ഷീണത്തിൻ്റെ തളർന്ന അവസ്ഥയുടെ കേസുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പേശികളുടെ കഴുത്തിലെ പേശികൾ വലിവ് വരുമ്പോഴേക്കും ആൾ എഴുന്നേക്കണം, ആളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. ജേർക്സ് ഇൻ ദ ബാക്ക് ഓഫ് ദ നെക്ക് ഡ്യൂറിങ് സ്ലീപ്പ്. ഉറക്കത്തിൽ കഴുത്തിൻ്റെ പിൻഭാഗത്ത് ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ്. റണ്ണിങ് ടു ദ റെമഡി വെരി ഓഫൺ ദർ ഇസ് എ ഗ്രേറ്റ് ലാക്ക് ഓഫ് അനിമൽ ഹീറ്റ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ ഒരു ഉഷ്ണരക്തമുള്ള ജീവിക്ക് ആവശ്യമായ ഒരു വൈറ്റൽ ഹീറ്റ് അല്ലെങ്കിൽ ആനിമൽ ഹീറ്റ്, അതിൻ്റെ ഒരു വല്ലാത്ത കുറവ്, ചെറിയ കുറവല്ല. അങ്ങനെ വരുമ്പോൾ ഒരു കോൾഡ്നെസ്, തണുത്ത് മരവിച്ച പ്രകൃതമായി പോകും. ഇനി അതിൻ്റെ ഒരു സവിശേഷത, ആൻഡ് യെറ്റ് ദ പേഷ്യൻറ്റ് വാണ്ട്സ് ടു ബി ഇൻ ഓപ്പൺ എയർ. എന്നിരുന്നാലും രോഗിക്ക് തുറസായ വായു വേണം. മസ്റ്റ് ബി വെൽ ക്ലോത്ത്ഡ് ആൻഡ് കെപ്റ്റ് വാം. നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് ശരീരം ചൂടാക്കി നിർത്തിയിട്ട് തുറന്ന വായുവിലേക്ക് പോകണം. തുറന്ന വായു എന്ന് പറയുമ്പോൾ ഒരു വെസ്റ്റേൺ കൺസെപ്റ്റ് വിചാരിക്കണം, എത്രമാത്രം തണുപ്പായിരിക്കുമെന്ന് വിചാരിക്കണം നമ്മൾ. ബട്ട് വാണ്ട്സ് ടു ബി ഇൻ ഓപ്പൺ എയർ. ദ പേഷ്യൻറ്റ് ടേക്സ് കോൾഡ് കണ്ടിന്യൂസ്ലി ഫ്രം എവറി ചേഞ്ച് ഓഫ് ഡ്രാഫ്റ്റ്. അതേസമയം പ്രശ്നമുണ്ട്, ചെറിയൊരു കാറ്റ് ഒന്ന് തിരിഞ്ഞു വീശിയാൽ മതി, ചെറുതായിട്ട് തണുപ്പിടിച്ചാൽ മതി,
നമ്മൾ അലൂമിന രോഗി പ്രശ്നത്തിലാവും, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വൈറ്റൽ ഹീറ്റ്, അനിമൽ ഹീറ്റ് ഇല്ലെങ്കിൽ പോലും തുറന്ന വായിലേക്ക് പോകണം. ആ ഒരു സവിശേഷത കൃത്യമായിട്ട് ഒരാളെ ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. സംടൈംസ് ദ പേഷ്യൻറ്റ് വിൽ ഗോ ടു ബെഡ് ആസ് കോൾഡ് ആസ് എ ഫ്രോഗ് ആൻഡ് വെൻ വാം ഇൻ ബെഡ് ഈസ് സോ ഡിസ്റ്റർബ്ഡ് ബൈ ഇച്ചിങ് ആൻഡ് വാംത്ത് ഓഫ് ദ ബെഡ് ദാറ്റ് ദർ ഇസ് നോ കംഫോർട്ട്. ഇത് മറ്റൊരു പ്രശ്നം. തണുത്ത് ഉറഞ്ഞ ഒരു തവളയെ പോലെ, തവള നിലത്തിരിക്കുന്ന മഞ്ഞുള്ള പ്രദേശത്ത് മണ്ണിൽ പോയി മാളത്തിയിരിക്കുന്ന തവളയുടെ അവസ്ഥ എന്തായിരിക്കും? തണുത്ത് മരവിച്ചിരിക്കും. ആ തണുത്ത് മരവിച്ച് ഒന്ന് പുതച്ചുകൂടി കിടന്നേക്കാമെന്ന് കരുതി പോകുന്നു, പുതച്ചുകൂടി കിടക്കുന്നു. അപ്പോഴേക്കും ശരീരം ചൂടാകും, ഈ കിടക്കയുമായിട്ടുള്ള സമ്പർക്കം, ആകെ ഇറിറ്റേഷൻ. അപ്പോൾ എന്ത് പറ്റും? ആ കംഫർട്ട് മുഴുവൻ പോയി, ഇച്ചിങ് വരുന്നു, തൊലിയാകെ ചൊറിയുന്നു, ആള് വീണ്ടും എഴുന്നേക്കേണ്ടി വരുന്നു. ദീസ് ആർ ടു എക്സ്ട്രീംസ് കമ്മിങ് ടുഗദർ. ഇത്തരം എക്സ്ട്രീംസ്, ഇത്തരം കോൺട്രഡിക്ഷൻസ്, ഇത്തരം ടിപ്പിക്കൽ കണ്ടീഷൻസ്, ഇതൊക്കെയാണ് കൃത്യമായിട്ടൊരു ഔഷധം സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഉണ്ടോ? ശരീരത്തിന് വേണ്ടത്ര ആ ഒരു ശരീരത്തിൻ്റെ ഊഷ്മാവില്ല, ഒരു ഉഷ്ണരക്ത ജീവിക്ക് വേണ്ടുന്ന ഊഷ്മാവില്ല എങ്കിലും ഓപ്പൺ എയറിലേക്ക് പോകണം. അതും തണുത്ത വായുള്ള ഓപ്പൺ എയറിലേക്ക് പോകണം. തണുത്ത വായിൽ പോകുമ്പോൾ ഇയാൾക്ക് പ്രയാസമുണ്ട്. തിരികെ വന്ന് പുതച്ചുകൂടി കിടന്നു കഴിഞ്ഞാൽ ശരീരമായി ചൊറിയാൻ തുടങ്ങും, ആകെ അസ്വസ്ഥയാവും. ഈ ഒരു കോൺട്രഡിക്ഷൻ, ഈ ഒരു എക്സ്ട്രീം നേച്ചർ പേഷ്യൻസിൽ കാണും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അലൂമിനിയം അത് കവർ ചെയ്യും. ദ സർക്കുലേഷൻ ഈസ് സോ ഫീബിൾ ഓഫ് ദ എക്സ്ട്രീമിറ്റീസ് ആൻഡ് backs of the hands that in cold weather the hands are constantly cold and covered with crack and fissures that bleed. ഉണ്ടോ? ഈ സർക്കുലേഷൻ്റെ ഫീബിൾനെസ് കൈയുടെ പിൻഭാഗങ്ങളിലാണ് കൂടുതലത് ശ്രദ്ധേയമായിട്ട് വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് തണുപ്പടിക്കുമ്പോൾ ഈ കൈകൾ എപ്പോഴും തണുത്തിരിക്കും, തൊലി വിണ്ടുകീറും, ഫിഷേഴ്സ് ഉണ്ടാകും. ഈ വിണ്ടുകീറിയ തൊലിയിൽ നിന്നും രക്തം വാർന്നു വരാനും സാധ്യതയുണ്ട്. ദ സ്കിൻ എലോങ് വിത്ത് ദ ഷിൻ ബോൺ ഈസ് റഫ്, റാഗ്ഡ് ആൻഡ് ഇച്ചിങ്. ഷിൻ ബോൺ, തടിയലിനോട് ചേർന്ന് വരുന്ന ആ ഒരു തൊലി, അവിടെ മാംസം കുറവായിരിക്കും, അത് ആകെ പരുക്കനാകുന്നു, ചൊറിച്ചിൽ വരുന്നു, റാഗ്ഡ് കണ്ടീഷൻ ആകുന്നു, ആകെ ചുളിഞ്ഞ് നാശമായ പോലെ. ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് ഡ്രൈ വെതർ ആൻഡ് ഡ്രൈ കോൾഡ് വെതർ ഇൻക്രീസ് ദ കംപ്ലൈൻസ് ഓഫ് അലൂമിന. അലൂമിനയുടെ ഒരു പ്രധാനപ്പെട്ട മൊഡാലിറ്റിയാണ് പറയുന്നത് വരണ്ട കാലാവസ്ഥ, അത് മഞ്ഞുകാലത്തെ കാലാവസ്ഥ. ഡ്രൈ കോൾഡ് വെതർ, നമ്മൾ മഞ്ഞ് മാസം, നമ്മൾ ഒക്ടോബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള കാലം, അത് അലൂമിന പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ദാറ്റ് വെറ്റ് വെതർ സംടൈംസ് അമീലറേറ്റ്. വെറ്റ് വെതർ ചിലപ്പോൾ അമീലറേഷൻ ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ മഴക്കാലം വെറ്റ് വെതർ വരുന്ന അവസ്ഥ. നമ്മൾ സമ്മറും ആകാം, സമ്മർ ഒരുത്തരം വെറ്റ് വെതറാണ് ഇവിടെ, പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷം നിറയെ ഈർപ്പമായിരിക്കാം. ഇൻ ഫെബ്രുവരി കണ്ടീഷൻസ് ഓഫ് ദിസ് റെമഡി ഈസ് നോട്ട് അറ്റ് ഓൾ മാർച്ച്. ഇതിൻ്റെ പനിയും കുളിരൊന്നും അത്രയ്ക്ക് പ്രൂവിങ് വന്നിട്ടില്ല. ദർ ഇസ് നോട്ട് മച്ച് ചിൽ ആൻഡ് നോട്ട് മച്ച് ഫീവർ. അധികം പനിയും കുളിരൊന്നുമില്ല. ബട്ട് ദ പാസീവ്, സ്ലോ, സ്ലഗിഷ്, ക്രോണിക് എലമെൻറ്റ്സ് ആൻഡ് ക്രോണിക് സിംറ്റംസ് ആർ ദ വൺസ് ദാറ്റ് പ്രിവെയിൽ മോസ്റ്റ് മാർക്കറ്റ്ലി. അപ്പോൾ വളരെ സാവകാശത്തിൽ വരുന്ന, വളരെ മന്ദീഭവിച്ച അവസ്ഥ, പാസീവായിട്ട് വരുന്ന, ആകെ തളർന്ന അവസ്ഥയിൽ വരുന്ന പഴകിയ ഘടകങ്ങൾ, ക്രോണിക് സിംറ്റംസ്, പഴക്കമുള്ള ലക്ഷണങ്ങൾ, അതൊക്കെയാണ് ഈ അലൂമിന പേഷ്യൻറ്റിൽ വളരെ ശ്രദ്ധേയമായിട്ട് വരുന്നത്. ഇൻ വീക്ക് ബ്രോക്കൺ ഡൗൺ കേസസ് ദർ ആർ സം നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് സ്വെറ്റിംഗ് ടുവേഴ്സ് മോർണിംഗ്. ആകെ തളർന്ന അവശമായ ചില കേസുകളിൽ രാത്രി വിയർപ്പുണ്ടാകാം. അതായത് പ്രഭാതത്തോട് അടുക്കുന്ന സമയത്ത് വിയർപ്പുണ്ടാകാം. സ്ലൈറ്റ് ചിൽ ഇൻ മോർണിംഗ്, പ്രഭാതത്തിൽ ചെറിയൊരു കുളിര്. ചിൽ വിത്ത് തേഴ്സ്റ്റ്, ദാഹത്തോടുകൂടിയ കുളിര്, അതൊരു ടിപ്പിക്കൽ സിംറ്റമാണ്. എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദ റെമഡി ഈസ് ദ ക്രോണിക് ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ. ഇനി വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ത്വക്കിൻ്റെ ആകെ ഒരു വരണ്ട അവസ്ഥ, ക്രോണിക്കായിട്ടുള്ള വരണ്ട അവസ്ഥ, ആ രോഗിയെ പൊതുവെ ബാധിക്കുന്നൊരവസ്ഥയാണ്. സ്വെറ്റ് ഇസ് റെയർ ആൻഡ് സ്കാൻഡി. പക്ഷെ വിയർപ്പ് വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ രാത്രി പുലർച്ചയോടെടുക്കുമ്പോഴേക്കേ വിയർപ്പുള്ളൂ, അതും വിയർപ്പ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് നോട്ട് എസ്പെഷ്യലി സ്യൂട്ടബിൾ ഫോർ ദോസ് കോപ്പിയസ് എക്സോസ്റ്റീവ് സ്വെറ്റ്സ്. വല്ലാതെ വിയർപ്പുണ്ടാകുന്ന, വിയർത്ത് തളരുന്ന കേസുകളിലൊന്നും ഇത് യോജിക്കില്ല. ഇനി അവിടെ താരതമ്യം വരികയാണ്. ഇറ്റ് ഈസ് ദ വെരി ഓപ്പോസിറ്റ് ഓഫ് കൽക്കേറിയ.
കൽക്കേറിയക്ക് നേരെ വിപരീതമാണ്, ഘടകവിരുദ്ധം എന്ന് പറയില്ലേ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? കൽക്കേറിയക്ക് അത്രക്കധികം വിയർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് സ്വെറ്റ്സ് കോപ്പിയസ്ലി, അത് കൽക്കേറിയ വല്ലാതെ വിയർക്കും. ബട്ട് ദിസ് റെമഡി വിത്ത് സ്പൈനൽ ആൻഡ് പാരലിറ്റിക് എഫക്ഷൻസ് ഈസ് ടയേർഡ് ഔട്ട് ഫ്രം എക്സോഷൻ, വെരി എക്സോസ്റ്റഡ് ബട്ട് ഡസ് നോട്ട് സ്വെറ്റ്. ഈ ഔഷധം ഈ സ്പൈനൽ പ്രശ്നങ്ങളുണ്ട്, തളർവാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരു ചെറിയൊരു അധ്വാനം കൊണ്ടാകെ തളർന്ന് ആവശ്യമാകും, പക്ഷേ വിയർക്കില്ല. അപ്പോൾ അധ്വാനവും തളർച്ചയും വിയർപ്പും ഒക്കെ ആയിട്ട് സ്വാഭാവികമെന്ന് തോന്നുന്ന ബന്ധം അലൂമിന പേഷ്യൻ്റ് ഇല്ല. സ്കാൻഡി സ്വെറ്റ്, വളരെ കുറച്ച് വിയർപ്പേ ഉള്ളൂ. എൻ്റെയർ ഇനബിലിറ്റി ടു സ്വെറ്റ്, വിയർപ്പിക്കുക എന്നുള്ള ബോഡിയുടെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ മെക്കാനിസം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ കഴിവില്ല. എൻ്റെയർ ഇനബിലിറ്റി ടു സ്വെറ്റ്. ക്രോണിക് ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ വിത്ത് ഫിഷേഴ്സ്, തൊലിയിൽ വരണ്ട് ആകെ ചുക്കിച്ചുളിഞ്ഞ് വിണ്ട് കീറി രക്തം വലിക്കുന്നൊരവസ്ഥ, അത് വളരെ ക്രോണിക്കായിട്ടുള്ള അവസ്ഥയാണ്. ഗ്രേറ്റ് ഡ്രൈനെസ് ഓഫ് ദ തിക്ക് സ്കിൻ ഓവർ ദ ബാക്ക് ഓഫ് ദ ഹാൻഡ്സ്, കൂടുതലും കൈകളുടെ പിൻഭാഗത്താണിത് കൂടുതൽ കാണുന്നത്. ആൻഡ് ഇൻ കോൾഡ് വെതർ, തണുപ്പിലും അത് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യും. ദ ഹാൻഡ്സ് ബിക്കം കോൾഡ് ആൻഡ് ഡിസ്കളേർഡ്, തണുപ്പിൽ കോൾഡ് വെതറിൽ കൈകൾ ആകെ തണുത്ത് മരവിക്കുന്നു, അതിൻ്റെ നിറവ്യത്യാസം വരുന്നു. ഇതോടുകൂടി അലൂമിന എന്നുള്ള അധ്യായം അവസാനിക്കുകയാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അലൂമിന എന്ന് നമുക്ക് മനസ്സിലായി. കൃത്യമായ രീതിയിൽ അതിനെ ഒരു മാച്ചിങ് നടത്തി കൃത്യമായ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും അവരെ സുഖപ്പെടുത്താൻ സാധിക്കും. വളരെ ഡീപ്പായിട്ട് ആക്ട് ചെയ്യുന്ന, എന്നാൽ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഔഷധമാണ്. അത് ശ്രദ്ധാപൂർവം വിനിയോഗിക്കുക. നമുക്ക് ഇതിൻ്റെ ഈ പുസ്തകത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത് അലൂമിന ഫോസ്ഫോറിക്കയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അലൂമിന ഫോസ്ഫോറിക്കയ്ക്ക് മുൻപ് നമ്മൾ നേരത്തെ കണ്ടു ഫോസ്ഫറസുമായിട്ടൊരു ബന്ധം വോക്കൽ കോഡ്സിൻ്റെ അവസ്ഥയിൽ. അപ്പോൾ ഫോസ്ഫറസ് കൂടി ഒന്ന് നോക്കിയ ശേഷം അലൂമിന ഫോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഘടകങ്ങളും നമുക്കറിയാം. പലപ്പോഴും കെൻറ്റ് പറയാറുണ്ട്, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ ചില എലമെൻറ്റ്സ് അതിലെ ഒരു കോമ്പണൻറ്റോട്, ഒരു റാഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ രണ്ട് റാഡിക്കലിനെ കുറിച്ചും നല്ലൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനെ കുറിച്ചും നന്നായിട്ട് അറിവ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ, നമ്മുടെ 201-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഫോസ്ഫറസ് എന്നുള്ള അധ്യായം നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇതുവരെ ഈ പരമ്പര വാച്ച് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഇത് പരിചയപ്പെടുത്തുക, മറ്റ് കോളേജുകളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.